OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന ഈ മാനസിക രോഗം നമുക്കുണ്ടോ എന്ന് എങ്ങനെ സ്വയം തിരിച്ചറിയാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. OCD അമിതവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നമുക്കുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് നമ്മൾ ഈ രോഗാവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ കൈകൾ എവിടെങ്കിലും തൊടുകയോ പിടിക്കുകയോ ചെയ്താൽ നമ്മുടെ കൈകളിൽ അഴുക്ക് പറ്റി എന്നുള്ള ധാരണയിൽ ഒന്നിലധികം തവണ പോയി കൈകൾ കഴുകുക. രാവിലെ എണീറ്റ് മുഖം കഴുകാൻ വേണ്ടി ചെന്നാൽ വൃത്തിയായില്ല എന്ന തോന്നലിൽ ഒരുപാട് തവണ മുഖം കഴുകുക. ബാത്റൂം ഉപയോഗിക്കുവാൻ വേണ്ടി കയറുമ്പോൾ ബാത്റൂമിന് വൃത്തി പോരാ എന്ന് തോന്നുകയും ബാത്റൂം 1-2 തവണ കഴിയുന്നതിന് ശേഷം ബാത്റൂം ഉപയോഗിക്കുകയും ചെയ്യുക. കുളിക്കുവാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുക. കഴുകിവെച്ചിരിക്കുന്ന പാത്രം വൃത്തി പോരാ എന്നുള്ള ചിന്തയിൽ വീണ്ടും വീണ്ടും കഴുകി ഉപയോഗിക്കുക. ഒരു വിഷയത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിക്കുക. ശരീരത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിക്കുക. രോഗങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുക. റിപ്പീറ്റായിട്ട് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് പലതവണ ചെക്ക് ചെയ്യുക. കതവടച്ചിട്ടുണ്ടോ എന്ന് പലതവണ ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ഒന്നിലധികം തവണ ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും പോകുവാൻ ഇറങ്ങുമ്പോൾ തുടർച്ചയായി ബാത്റൂമിൽ പോകാൻ ശ്രമിക്കുക. തുടങ്ങിയ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പല ലക്ഷണങ്ങളും ഇത്തരം രോഗികൾ കാണിക്കാറുണ്ട്. സാധാരണയായി പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് ഈ OCD കണ്ടുവരുന്നത്. വളരെ ചെറുപ്പത്തിലെ ഈ OCD ലക്ഷണങ്ങൾ കണ്ടുവരികയും ഇത് കൃത്യമായി നിയന്ത്രിച്ച് ചികിത്സ എടുത്തില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുകയും ചെയ്യും. അത് ജീവിതത്തിൽ അവർക്ക് വളരെ കടുത്ത മാനസിക സമ്മർദ്ദവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയും ചെയ്യും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ രോഗങ്ങൾ വരുവാൻ സാധ്യത കുറവുമാണ്.